കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി പിടിയിൽ. തൃശൂർ മാള മേലടൂരിൽ കോഴി ഫാമിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഫോൺ ലൊക്കേഷൻ പിന്തുടർന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. വിജയകുമാറിന്റെ ഫോൺ അടക്കം പ്രതിയുടെ പക്കൽ നിന്ന് കണ്ടെത്തി. പ്രതിയുമായി കോട്ടയത്ത് നിന്നുള്ള സംഘം പുറപ്പെട്ടു. പ്രശാന്ത് ജോസഫ് ചേരുകയാണ്. പ്രശാന്ത്, എങ്ങനെയാണ് ഈ പ്രതിയെ പിടിച്ചത്? പ്രതിയെ പിടികൂടിയത് തൃശൂർ മാള മേലടൂരിൽ നിന്നുള്ള ഒരു കോഴി ഫാമിൽ നിന്നാണ്. ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രതിയുടെ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഇയാളെ പിടികൂടിയത്. ഇന്നലെ കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഈ കൊലപാതകം നടന്ന വീട്ടിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് അപ്പോൾ തന്നെ പോലീസ് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒരു ലോഡ്ജിൽ ഈ പ്രതി എന്ന് പറയുന്നയാൾ മുൻപ് ഈ വീട്ടിലെ ജോലിക്കാരനായിരുന്ന അമിത് ഉറാങ് എന്ന ആസാം സ്വദേശിയാണ്. ഇയാളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു. ഇയാൾ ക്രമക്കേട് നടത്തിയതിനെ തുടർന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇയാൾക്കെതിരെ പരാതി നൽകുകയും ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇയാൾ ജയിലിലാവുകയും ചെയ്തിരുന്നു. അതേ തുടർന്ന് കുറച്ച് നാളുകൾക്ക് മുൻപ് ഇയാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും അതിനുശേഷം ഈ വീട്ടിലെത്തി വിജയകുമാറുമായി വഴക്കുണ്ടാക്കുകയും വിജയകുമാറിന്റെ പരാതിയെ തുടർന്ന് പോലീസ് വീണ്ടും ഇയാളെ പിടികൂടുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പോലീസിന്റെ ആദ്യ സംശയനിഴലുണ്ടായിരുന്ന ആദ്യ വ്യക്തി തന്നെ ഈ അമിത് ഉറാങ് ആണ്. ഇയാളെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. ഇയാളുടെ ഫോൺ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അപ്പോൾ തന്നെ പോലീസ് ആരംഭിച്ചിരുന്നു. ഇതേ തുടർന്ന് CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കുകയും ചെയ്തിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധനയിൽ വീട്ടിൽ നിന്നും കണ്ടെത്തിയ വിരലടയാളം അമിതിന്റേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിനൊപ്പം തന്നെ പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള ഫോൺ ലൊക്കേഷൻ ഫോൺ സിഗ്നൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഇയാൾ തൃശൂർ മാളയ്ക്കടുത്ത് സമീപമുള്ള ഒരു കോഴി ഫാമിലുണ്ടെന്ന് കണ്ടെത്തുകയും ഇയാളെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. കോട്ടയത്തു നിന്നുള്ള പോലീസ് സംഘം ഇയാളുമായി കോട്ടയത്തേക്ക് തിരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ വൈകുന്നേരത്തോടെ ഇയാളെ കോട്ടയത്ത് എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും അടക്കം 3 ഫോണുകൾ ഇയാൾ വീട്ടിൽ നിന്നും അപഹരിച്ചു. ഇതിൽ വിജയകുമാറിന്റേതെന്ന് കരുതുന്ന ഒരു ഫോണും ഇയാളുടെ പക്കൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതും ഈ കേസിൽ നിർണായകമാണ്. അതുപോലെ തന്നെ ഇയാൾ വീട്ടിൽ നിന്നും അപഹരിച്ച DVR അടക്കം കണ്ടെത്തേണ്ടതുണ്ട്. കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധം വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടാനായത് പോലീസിന് വലിയ ആശ്വാസമാണ്. അതേസമയം തന്നെ ഈ കേസിൽ ഇനിയും ധാരാളം സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഈ വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും മകൻ ഗൗതം 8 വർഷം മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞിരുന്നു. ഈ വിഷയത്തിൽ വലിയ നിയമ പോരാട്ടത്തിനൊടുവിൽ CBI അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നും വിജയകുമാർ നേടിയെടുത്തിരുന്നു. ഇതിൽ കഴിഞ്ഞ മാസം CBI FIR ഫയൽ ചെയ്യുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇരുവരുടെയും ദുരൂഹ മരണം നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രതിയായ അമിത് ഉറാങ്ങിന് പുറമേ നിന്നും എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നുള്ള ഒരു ആവശ്യവും ഉയർന്നിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു അന്വേഷണത്തിനുള്ള തയ്യാറെടുപ്പുകൾ CBI ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഈ കേസിലെ പരാതിക്കാരായ 2 പേർ അതിദാരുണമായി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം, അത് ഇയാളെ പ്രതിയാക്കിയതിലുള്ള വൈരാഗ്യം മാത്രമാണ്. ഈ ഫോൺ മോഷ്ടിക്കുകയും പണം അപഹരിക്കുകയും ചെയ്തതിൽ പ്രതിയാക്കിയതിലുള്ള വൈരാഗ്യം മാത്രമാണോ ഈ ഇരട്ട കൊലപാതകങ്ങളിലേക്ക് നയിച്ചത് എന്ന് കണ്ടെത്തണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ഏതായാലും ഇത് വ്യക്തിവൈരാഗ്യം മാത്രമാണ്, മറ്റു കാരണങ്ങളൊന്നുമില്ല. മകന്റെ മരണവുമായി ഈ കേസിന് ബന്ധമൊന്നും ഇല്ലെന്നാണ് ഇന്നലെ കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ ഇപ്പോഴും ആളുകൾ അതിനെ മുഖവിലക്കെടുക്കാൻ തയ്യാറാകുന്നില്ല. ഈ വിഷയത്തിൽ ഈ CBI അന്വേഷണവുമായി ഈ കൊലപാതകങ്ങൾക്ക് ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ഏതായാലും പ്രതിയെ പിടികൂടാനായത് പോലീസിന് വലിയ ആശ്വാസമാണ്. വരും മണിക്കൂറുകളിൽ ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. ഇയാളുമായി മറ്റാരെങ്കിലും ഫോണിലോ മറ്റു വിധത്തിലോ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. ഏതായാലും ഇന്നലെ CBI സംഘം ഈ കൊലപാതകം നടന്ന വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഒരുപക്ഷെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലടക്കം പൂർത്തിയായ ശേഷം ഒരുപക്ഷെ CBI സംഘവും ഇയാളെ കണ്ടേക്കാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും വരും മണിക്കൂറുകൾക്കുള്ളിൽ ഇയാളെ സംഭവ സ്ഥലത്ത് കോട്ടയത്തെത്തിക്കും. ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശ്രീജ.